അവന് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ആസ്വദിച്ച് പഠിക്കുന്ന വിഷയം ഇംഗ്ലീഷാണ്. നല്ല ഭാഷാ സ്വാധീനം. അത് കഴിഞ്ഞാൽ പഠിക്കാൻ ഇഷ്ടം കണക്കാണ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇഷ്ടവിഷയത്തോടുള്ള അത്ര സ്നേഹമില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആ വിഷയങ്ങൾക്കും മോഡൽ പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും 80%-ലധികം മാർക്കെന്നാണ് ആ വീട്ടിലത്തെ MJ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ സാക്ഷ്യം. അവൻ്റെ ബുദ്ധി ഷാർപ്പായതുകൊണ്ട് മാത്രമല്ല, അധ്വാനിച്ച് പഠിച്ചു നേടിയ മാർക്കാണ്. അങ്ങനെ പഠിക്കുമ്പോഴും ഷഹബാസിന് തുകൽപന്ത് ജീവനാണ്. പുനൂർ ടർഫിലെ ഡിഫൻഡർ, നാട്ടിലെ ഫുട്ബോൾ താരം. പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ 10ാം ക്ലാസ്സുകാരൻ്റെ പ്രായത്തിനപ്പുറമാണ് ചുമതലാബോധം. ആ വാപ്പ പ്രവാസിയായി കഷ്ടപ്പെട്ടത് നാട്ടിൽ വന്നിപ്പോൾ കൂലിപ്പണിക്ക് പെയിന്റ് അടിക്കാൻ പോയി വിയർപ്പ് നീരാക്കുന്നത് വീട് പോറ്റാനാണെന്നും എത്രയും പെട്ടെന്ന് മിടുക്കനായി പഠിച്ച ആ പിതാവിനൊരു കൈത്താങ്ങാവണം. പണിതീരാത്ത വീട് പൂർത്തീകരിക്കാൻ എൻ്റെ സംഭാവന കൂടി വേണം എന്നുറപ്പിച്ചൊരു മകനാണ്. ഭാവിയിൽ വീടിൻ്റെ മാത്രമല്ല ഈ നാടിൻ്റെ വാഗ്ദാനമാകേണ്ടവനാണ്. ഇന്ന് ആ വാപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥനാനുഗ്രഹങ്ങൾ വാങ്ങി സ്കൂളിലേക്ക് റിവിഷൻ പൂർത്തിയാക്കി മലയാളം പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു വിദ്യാർത്ഥിയാണ്. ഇന്നലെയാണ് റമദാൻ്റെ 1ാമത്തെ നോമ്പ്. അത് പൂർത്തിയാക്കി പ്രിയപ്പെട്ട മകൻ്റെ പരീക്ഷാ വിജയത്തിനടക്കം പ്രാർത്ഥിക്കേണ്ട ഒരു ഉമ്മയും വാപ്പയും. മൂത്ത മകൻ പൊന്നോമന ആ കിടവൂരിലെ പള്ളിക്കാട്ടിൽ ആറടിത്താഴ്ചയിൽ ഒറ്റയ്ക്കാണല്ലോ പടച്ചവനെ എന്ന് നീറി അകാലത്തിൽ പുത്രദുഃഖത്തിലേക്ക് വലിച്ചെറിഞ്ഞ കൊടും കുറ്റവാളികൾ ഇന്ന് പോലീസ് സുരക്ഷയിൽ ആദ്യ പരീക്ഷ പൂർത്തിയാക്കിയതും കണ്ടതാണ് കേരളം. സ്വാഭാവികമാണ് ധാർമ്മിക രോഷം, പക്ഷേ അതാണ് രാജ്യത്തിന് നിയമം. കുറ്റവാളിക്കൂട്ടത്തിന് പരീക്ഷ എഴുതാനുള്ള അവകാശങ്ങളെ പറ്റിയുള്ള കാണ്ടം സൈബർ ക്യാപ്സുകൾ പറക്കുന്നുണ്ടെങ്കിലും ആ ചട്ടവും നിയമവും എന്താണെങ്കിലും മകനും മയ്യത്ത് നിസ്കരിക്കേണ്ടി വന്ന ഒരു അങ്ങേയറ്റം നിസ്സഹായനായ അച്ഛന് വേണ്ടി ശബ്ദമുയർത്തിയ സംഘടനകൾക്ക്, അതിൻ്റെ നേതൃത്വങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ. കേരളമേ, ഈ മാരക മരുന്നുകൾ വലിച്ചു കയറ്റി നെഞ്ചക്കും മാരകായുധങ്ങളുമായി ആർത്തലയ്ക്കുന്ന ഭ്രാന്തൻ കൂട്ടത്തിന് കുത്തിക്കീറി തിന്നാൻ ഞങ്ങൾക്കിനി മക്കളില്ല എന്ന ആർജവത്തോടെ മുന്നോട്ടിറങ്ങേണ്ട ഒരു കറുത്ത കാലമാണ്. കെട്ടകാലത്തിൻ്റെ ആധികളിൽ നിന്ന് നാടിൻ്റെ സഭയിലും കേട്ടു കേരളം. അതിലെ വാക്പോരും രാഷ്ട്രീയവും പോട്ടെ, കഞ്ചാവും കടന്ന് MDMA-യും LSD-യും കടന്ന് കെറ്റമനും GHP-യും അടക്കം പേരറിയാത്ത അത്യാധുനിക ലഹരികൾക്ക് ഡാർക്ക് വെബ് ഒരു നരകം വാതുറക്കുന്ന കാലത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ മുട്ടായി മധുരത്തിൽ വിഷം കൊടുത്ത് വശീകരിക്കുന്ന മുടിഞ്ഞവന്മാരുടെ മാഫിയ കാലത്ത് ഈ നടപടി പോരാ. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, വേണ്ടത് സാരോപദേശമല്ല, നാടിനെ കാക്കാൻ ആനുപാതികമായ ആക്ഷൻ പ്ലാനാണ് എന്ന് പ്രതിപക്ഷം സഭയിൽ പറയുന്നതിൽ രാഷ്ട്രീയം കാണേണ്ട ഈ നാടിന്റെ ശബ്ദമാണ്. എൻഫോഴ്സ്മെന്റ് ആയുധമെടുത്ത് അന്തിമ യുദ്ധത്തിൽ ഇറങ്ങണം സർക്കാർ. മക്കളെ കാക്കാൻ ഒരു വൻമതിൽ തീർക്കാൻ കൈകോർക്കണം. നമ്മൾ മനുഷ്യത്വം മരവിച്ചു മരിക്കാത്ത മനുഷ്യർ. മിണ്ടാതിരിക്കുന്നവർ, മൗനം കൊണ്ട് പിന്തുണയ്ക്കുന്നവർ, രാഷ്ട്രീയ ന്യായം ചമയ്ക്കുന്നവർ, ഈ നാടിനെ കഴിവേറ്റാൻ നാർക്കോസ് തെമ്മാടിക്കൂട്ടത്തിന് ദാസ്യപ്പണി ചെയ്യുന്ന കങ്കാണിപ്പട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഷഹബാസിന്റെ പിതാവ് ശ്രീ മുഹമ്മദ് ഇക്ബാൽ, അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ശ്രീ രാജു P. നായർ, ശ്രീ K. മാനണി, മുൻ SP എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ഷഹബാസിന്റെ പിതാവിലേക്ക് പോകുന്നു, മുഹമ്മദ് ഇക്ബാലിലേക്ക്. ശ്രീ ഇക്ബാൽ, നിങ്ങളുടെ അങ്ങേയറ്റത്തെ വേദന അതേ ആഴത്തിൽ മനസ്സിലാക്കുന്നു. അതിനോട് 100% ഹൃദയം കൊണ്ട് ഐക്യപ്പെടുകയും ചെയ്യുന്നു. ഇനി വേണ്ടത് താങ്കളുടെ മകൻ്റെ മരണത്തിന് കാരണക്കാരായ അവർക്ക് നീതി മകന് നീതി വാങ്ങിക്കൊടുക്കാൻ അവർക്ക് പരമാവധി ഈ പറയുന്ന നിയമത്തിൽ പറയുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് മുന്നോട്ടിറങ്ങുന്നത് എങ്ങനെയാണ് നിങ്ങൾ, ശ്രീ മുഹമ്മദ് ഇക്ബാൽ? അതായത് ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഇന്നലെ തന്നെ വന്ന ന്യൂസുകൾ കണ്ട സമയത്ത് തന്നെ നമ്മൾ വളരെയേറെ വേദനാജനകമാണ്. ഒന്നുമില്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, നിയമപാലകരുടെ നിൽക്കട്ടെ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇച്ഛാശക്തിയോടെ അവർക്ക് ഇപ്രാവശ്യം എക്സാം എഴുതണ്ട, അടുത്ത പ്രാവശ്യം ചാൻസ് കൊടുക്കുക എന്നൊരു വാക്ക് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതല്ല, ഒരു വാക്കുകൊണ്ട് പോലും നമ്മളൊരു ആശ്വസിപ്പിക്കാൻ, അത് നമുക്ക് നോക്കാം, നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ശിക്ഷ നമുക്ക് കൊടുക്കാം എന്ന് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് കേട്ടിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സംഘടന ഒന്നുമല്ല. ഒരു മകൻ നഷ്ടപ്പെട്ട രക്ഷിതാവ് എന്ന അത് വേദന അനുഭവിച്ച ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ കുറച്ച് ജോലി ചെയ്ത് ഇവിടെയും, അവൻ പഠിക്കും, വീട് പണി നിൽക്കട്ടെ, അവനെ പഠിപ്പിക്കാം, അവനും കൂടി ചേർന്നാൽ ഒരുമിച്ച് കടമില്ലാതെ മുന്നോട്ട് നീങ്ങാമെന്നൊക്കെ മനസ്സിൽ കണ്ടു. പക്ഷേ അതെല്ലാം തട്ടിമറിച്ച് ക്രിമിനലുകളായ രക്ഷിതാക്കൾ ക്രിമിനലുകൾ, മക്കൾ അതേ രൂപത്തിൽ തന്നെയാണ് വളർന്നു വരുന്നത്. സഹപാഠിയായ തന്നെ എന്ന് പറയാം. അവൻ 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ
അവർ രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിച്ച കുട്ടികൾ. അവനറിയില്ല, അല്ലെ എൻ്റെ കുട്ടി, ഞാൻ ന്യായീകരിക്കുന്നില്ല, പുറത്തുനിന്നുള്ള ആളുകൾ പറഞ്ഞത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ എൻ്റെ കുട്ടിയെ മാത്രം പൊക്കി പറഞ്ഞ് എൻ്റെ കുട്ടി നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു മാഷോ ടീച്ചേഴ്സോ എൻ്റെ കുട്ടി സ്കൂളിൽ മോശമായി പെരുമാറി അല്ലെങ്കിൽ അവൻ്റെ പേരിൽ ആക്ഷൻ എടുത്തു, അങ്ങനെ മോശമായി പെരുമാറിയില്ലെന്ന് മാത്രമല്ല, അവൻ മിടുക്കനായിരുന്നു. സ്കൂളിൽ പഠിക്കാനും കളിക്കാനും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവൻ മുന്നിട്ടിറങ്ങി നിന്ന വളരെ നേതൃഗുണമുള്ള 9ാം ക്ലാസ്സിൽ അവൻ ക്ലാസ് ലീഡറായ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. മറുത്തൊരൊറ്റ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ശ്രീ ഇക്ബാൽ. പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു ആശ്വാസവാക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. ഇത് പ്രൊട്ടക്ഷനോടുകൂടി ഈ ക്രിമിനലുകളായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർ എക്സാം എഴുതി. എൻ്റെ കുട്ടി ഇന്ന് പള്ളിക്കാട്ടിൽ 6 അടി അടിയിലാണ്. അവൻ ഓൾ ടിക്കറ്റ് വാങ്ങി ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്ത്, ഉമ്മ ദുആ ചെയ്തിട്ട് വെക്ക്, എനിക്ക് നല്ല മാർക്ക് കിട്ടും, മോഡൽ എക്സാമിന് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിച്ചു, അതിലും കൂടി ഒന്നുകൂടി ഞാൻ പഠിക്കും, കിട്ടും. എന്നെ സമീപിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവൻ്റെ ഉമ്മാനോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെയേറെ വിഷമം. ഒന്നും കൂടി അവനെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, ഒന്നുകൂടി അവന് സൗകര്യം ചെയ്യുമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കുട്ടി, നിരപരാധിയായ കുട്ടി, കരയാൻ കണ്ണുനീരില്ല, ഉള്ളിൽ നിന്ന് നീർന്ന്. പക്ഷെ എന്നാലും പറയാ വയ്യ. അത്രയും ദാരുണമായി മാരകായുധം കൊണ്ട് തെളിവ് സഹിതം കിട്ടിയിട്ടും യാതൊരുവിധ നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉറച്ചൊരു തീരുമാനം പോലും എടുക്കാതെ അവർക്ക്, എനിക്ക് തോന്നുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു നിലപാടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. മുഹമ്മദ് ഇക്ബാൽ, ഇവിടെ താങ്കൾ ഈ ഷഹബാസിന് നീതി കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ 1ാം പ്രതിയുടെ മകനുള്ള ഏതോ ചിത്രമൊക്കെ പുറത്തു വന്നിരുന്നല്ലോ, അയാളെന്തോ വലിയ കൊമ്പത്തെ ആളാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണോ മകന് നീതി കിട്ടുമോ എന്ന് അങ്ങയുടെ ആശങ്ക? അതെ, അതിന് അടിസ്ഥാനമായി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ 5 പേരും, അതിൽ ഇനിയും ആളുകളുണ്ട്, തെളിയിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതായത് അന്ന് ഇവർ കോമ്പസ് കൊണ്ടും, ഈ 5 പിള്ളേർ തന്നെ കോമ്പസ് കൊണ്ടും കല്ലുകൊണ്ടും കൈകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് താലൂക്ക് ഹോസ്പിറ്റലിലും അവിടെയും ആയിട്ട് അവരെ രക്ഷിതാക്കളും നമ്മളോട് പരാതി. പക്ഷേ അവർക്ക് പറയാൻ പേടിയാണ്. ഇവരെ പിന്നിൽ വലിയ ഗേങ്ങുണ്ട്, അവരെ ഭീഷണിപ്പെടുത്തി അവരെ അപായപ്പെടുത്തുന്ന വരെ ഉള്ള ഒരു സ്വരം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടു. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ എൻ്റെ നിരപരാധിത്വം, അതായത് എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയായ കുട്ടി മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അത്യന്തം വേദന സഹിക്കുകയാണ്. എന്നാലും എനിക്ക് പറയാനുള്ളത്, ഇനി ഒരു രക്ഷിതാവിന് ഇതേപോലെ മനസ്സിനെ കീറിമുറിച്ച് വളരെയേറെ ഫാമിലി മൊത്തം ഇനി എന്താവും എന്നുള്ള ഒരു ചിന്തയിലാണ്. അതുകൊണ്ട് ഇനി ഒരു രക്ഷിതാവിനും ഈ ഒരു വേദന ഉണ്ടാവരുത് എന്ന് ഈ സമൂഹത്തോട് ഞാൻ പറയുകയാണ്. അതിന് വേണ്ടി ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നെഞ്ചക്കുണ്ടാവേണ്ട ആവശ്യമില്ല. ആയാലും നീതിപീഠമായാലും കരാട്ടൊക്കെ പഠിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അങ്ങനെ ഉള്ളതാണെന്ന് അറിയില്ല. ഈ കരാട്ടക്കകത്ത് നെഞ്ചൊക്കെ പഠിക്കുന്നത് സ്കൂളിലൊന്നുമല്ല, അത് കുറേ അതിൻ്റെ മുകളിൽ കുറേ പഠിക്കുമ്പോഴാണ് നെഞ്ചൊക്കെ കരാട്ടയുടെ ഭാഗമായി വരുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ പക്കലേക്ക് നെഞ്ചൊക്കെ വന്ന് ഒരു വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതാണ്, അത് അവൻ്റെ നെഞ്ചക്കല്ല, അവൻ്റെ പിതാവിൻ്റെ മുതലാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഈ പിതാവിനടക്കം ഇതിൽ പങ്കുണ്ടെന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ ശ്രീ ഇക്ബാൽ? തീർച്ചയായിട്ടും പിതാവ് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് ഈ സ്റ്റേജിൽ ആ കുട്ടി എത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം കേസൊന്നുമില്ലാതെ ഒതുക്കി തീർത്ത് പേരൻസിനെ ഭീഷണിപ്പെടുത്തി ആ കുട്ടികൾ നിയമത്തിൻ്റെ മുന്നിലൊന്നും വരാതെ അവരെ ഒതുക്കി തീർത്തു. ആ കുട്ടികൾ തന്നെയാണ് അന്ന് കോമ്പസ് കൊണ്ട് ഇടിച്ചു, ഇന്ന് അവർ മാരകായുധം കൊണ്ടുവന്ന് മറ്റൊരു കുട്ടിയെ കൊലപ്പെടുത്തി. ഇനി നാളെ അവർ സമൂഹത്തിൽ പോവാനിരിക്കുന്നത്
ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞു, നാളെ കോളേജ് ലെവലിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ, ഇന്ന് എക്സാം എഴുതി ഒരു വിജയിച്ച് കോളേജ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ അവർ തോക്ക് കൊണ്ടുവന്ന് മറ്റ് പേരൻസിനെ വെടിവെക്കൂല എന്ന് ഗവൺമെൻറ് തരാൻ കഴിയുമോ? ഇല്ല, ഒരാൾക്കും കഴിയില്ല. ഈ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഈ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഇനി ഇവർക്ക് തന്നെ അറിയാം, ഇവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഈ ആക്ട് പ്രകാരം നമ്മൾക്ക് കൂട്ടത്തല്ലാണെങ്കിൽ ഇത്രേ ഗൗരവം ഇത്രേ കിട്ടൂ, നമ്മൾക്ക് കേസ് തള്ളിപ്പോവാം ഊരിപ്പോരാം എന്നുള്ളൊരു നിഗമനം മൂലം മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര സ്വാതന്ത്ര്യം ഇവിടെ കിട്ടിയത്. മുഹമ്മദ് ഇക്ബാൽ, നമ്മൾ ഈ കുറ്റവാളികൾ അവർക്ക് നല്ല ബോധമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷയാണ് അല്ലെങ്കിൽ കൂട്ടത്തോടെ കൊന്നാൽ ഒന്നും ചെയ്യില്ല എന്ന് ഈ ക്രൂരകൃത്യം നടത്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലിട്ട അവർക്ക് നല്ല ബോധമുള്ള ആ നിയമപ്രകാരം കുറ്റവാളികൾ എന്നുപോലും നമുക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ആ നിയമപ്രകാരം തന്നെയാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്നതും ആ നിയമപ്രകാരം തന്നെയാണ് അവർക്ക് പരീക്ഷ എഴുതാൻ അവസരം ഉണ്ടാവുന്നതും ഒക്കെ. ദൗർഭാഗ്യകരമാണ് നിയമം അങ്ങനെയാവുന്നത്. പക്ഷേ നമ്മുടെ നിയമം അങ്ങനെയാണ് ശ്രീ മുഹമ്മദ് ഇക്ബാൽ. അതെ, ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വരില്ലായിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് വേദന അനുഭവിക്കുക മറ്റൊരാൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ, എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ ഫാമിലി മൊത്തം, എൻ്റെ ഭാര്യ ഏത് രീതിയിൽ പെരുമാറും എങ്ങനെയാണെന്നും പറയാൻ കഴിയില്ല. അവളുടെ മൈൻഡ് ഒക്കെ താളം തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റും നീതിപീഠവും നേരായ രീതിയിൽ ഈ കുറ്റവാളികൾക്ക് തക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിയമപീഠത്തിലും ഗവൺമെൻറ്റിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന അത്ര ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. നന്ദി ശ്രീ മുഹമ്മദ് ഇക്ബാൽ. എന്തായാലും താങ്കളുടെ പോരാട്ടം തുടരൂ. താങ്കളുടെ പോരാട്ടത്തിൻ്റെ ഏതളവ് വരെ താങ്കൾ പോകുന്നോ ആ അളവിലൊക്കെയും കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രം നൽകുകയാണ്. ഇപ്പോൾ അങ്ങയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾ അങ്ങേയറ്റം പരീക്ഷീണിതനാണ്, മാനസികമായും ശാരീരികമായും ഒക്കെ മനസ്സിലാക്കുന്നു. അങ്ങ് പോകൂ, വിശ്രമിക്കൂ, സമാധാനത്തിൽ വിശ്രമിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്, വല്ലാത്ത വിധിയാണ്. അത് ഉൾക്കൊള്ളുന്നു, അത് നാട് ഉൾക്കൊള്ളുന്നുണ്ട്, നാടൊന്നാകെ അങ്ങയ്ക്കൊപ്പം ഉണ്ട് ശ്രീ ഇക്ബാൽ. താങ്ക് യു. ഞാൻ ശ്രീ രാജു പി നായരിലേക്കും ശ്രീ അൽകുമാറിലേക്കും വരുന്നതിന് മുൻപ് ഇന്ന് സഭയിലുണ്ടായ ചില പ്രതികരണങ്ങൾ കൂടി കാണാം. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങേ കുറ്റപ്പെടുത്തും. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത്. അടൂർ കെ അനിൽകുമാർ 2025 ജനുവരി 1-ാം തീയതി രാത്രി എന്ന് പറഞ്ഞാൽ ജനുവരി 1 പുലരുന്ന ആ രാത്രി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 15-16 വയസ്സുള്ള 2 കുട്ടികൾ ചേർന്ന് 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു. ആ വാർത്തയിൽ തുടങ്ങിയതാണ്. നമ്മൾ 2 മാസം പൂർത്തിയാക്കി മാർച്ച് 2-ാം തീയതി ഇന്നത്തെ നിൽക്കുമ്പോഴേക്കും നമ്മൾ കണ്ട ശവശരീരങ്ങൾക്ക് കയ്യും കണക്കുണ്ട് ശ്രീ അനിൽകുമാർ. അങ്ങനെ 10ഓളം ശരീരങ്ങൾക്ക് മുകളിൽ നിന്നാണ് ഇന്ന് ആ സഭയിലെ ചോരയ്ക്ക് മുകളിൽ നിന്നാണ് ആ സഭയിലെ ഏറ്റവും നിർണായകമായ ചർച്ച. ഈ കൊടും വിപത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന അരാജകത്വം, അങ്ങേയറ്റം അനാർക്കി, അങ്ങേയറ്റം അക്രമ സ്വഭാവം, കത്തിയെടുത്ത് അമ്മയുടെ കഴുത്തറക്കാൻ മടിക്കാത്ത ബ്രൂട്ടാലിറ്റി, ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണ്? അതിനെ നിയന്ത്രിക്കാൻ എന്താണ് ഉണ്ടാവേണ്ടത്? ഇന്ന് സഭയിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവായ ഒരു കാര്യം 2 മണിക്കൂർ ഉരുത്തിരിഞ്ഞു വന്നു എന്നും കരുതുന്നുണ്ടോ ശ്രീ അനിൽകുമാർ? അങ്ങയുടെ അവതരണത്തിലൊരു വസ്തുതാപരമായ പിശക് പറഞ്ഞു. ഈ ഷഹബാസിൻ്റെ കേസിലെ പ്രതികളായ ആളുകൾക്ക് കുറ്റവാളികൾ എന്ന് പറയാൻ പാടില്ല, കുട്ടികളാണ്, അവർ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്, നിയമത്തിൽ പറയുന്നത്. ജുവനൈൽ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അവർ ജാമ്യത്തിലാണ് എന്നൊരു പ്രയോഗം നടത്തി. ജാമ്യത്തിലാണെങ്കിൽ പിന്നെ വളരെ ഗൗരവതരമായ കാര്യമാണത്. ഞാൻ മനസ്സിലാക്കുന്നത് ജാമ്യത്തിലല്ല എന്നുള്ളതാണ്.
അപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ജാമ്യത്തിലാണ് എന്നൊരു നിലയിലേക്ക് തന്നെ ചർച്ച കൊണ്ടുപോകുന്നത് എത്രത്തോളം വസ്തുതാപരമായ കാര്യമാണ്. 2, ഇവർക്ക് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുത്തത് ആര്? ഈ കുറ്റവാളികളായിട്ടുള്ള കുട്ടികളെ ഹാജരാക്കിയ ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അവർ ഈ കാര്യങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ നിയമവുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പ്രതികളെപ്പോലെ അത് കൈകാര്യം ചെയ്യാനാവില്ല. അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അവരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് പ്രത്യേകമായി പരീക്ഷയ്ക്ക് സൗകര്യം ഉണ്ടാക്കണം എന്ന് സർക്കാരിനോട് പറഞ്ഞാൽ സർക്കാർ ആ നിയമം അവലിക്കുന്നതോടുകൂടി സർക്കാർ കൊലയാളിക്കൊപ്പമാണ് എന്ന ആഖ്യാനം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നത് രാഷ്ട്രീയമാണ്. വിട്ടേക്കോ സാർ, അതൊരു പിതാവ് പറയുന്നതാണ്. ഞാൻ പറയുന്നത് ഞാനത് വിഷയത്തിന്റെ ഞാൻ പറഞ്ഞത് അത് മകൻ മിനിഞ്ഞാന്ന് മാത്രം നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വേദനയാണ്. അതിനെ അങ്ങ് രാഷ്ട്രീയമായി മറുപടി പറയാൻ നിൽക്കല്ലേ, അത് ആ വഴിക്ക് വിട്ടേക്കൂ. ഞാൻ അദ്ദേഹത്തോട് ഏറ്റവും അവസാനം അത് രാജ്യത്തെ നിയമമാണെന്നും അത് രാജ്യത്തെ നിയമമാണെന്നും ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഈ പറയുന്ന നടപടി സ്വീകരിക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞാണ്. അത് ഞാൻ പറഞ്ഞത് അതിനെ രാഷ്ട്രീയമായി എടുക്കില്ല, അത് വിട്ടേക്കൂ ശ്രീ അനിൽകുമാർ. അല്ല അത് വിടാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ഹാഷ്മിയുടെ ഇൻട്രോ നോക്കി, എന്താണ് ആ നിയമവ്യവസ്ഥകൾ ആരാണ്ടൊക്കെ വ്യാഖ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞു. നിയമവ്യവസ്ഥ വ്യാഖ്യാനിക്കാനുള്ളതാണ്. 2, അങ്ങും ഷഹബാസിന്റെ പിതാവുമായിട്ടുള്ള ചർച്ചയിൽ ജാമ്യം ലഭിച്ചു പ്രയോഗിച്ചത് ഹാഷ്മി തന്നെയാണ്. അല്ലല്ല ഞാൻ ഇല്ല ഞാൻ ജാമ്യം പറഞ്ഞത് ഇപ്പോഴല്ല, ആദ്യഘട്ടത്തിൽ അൽകുമാർ അൽകുമാർ അങ്ങ് വസ്തുത മനസ്സിലാക്കൂ. അങ്ങ് തുടക്കത്തിൽ കൊമ്പ് ഓർക്കാൻ വരില്ലേ, അങ്ങ് വസ്തുത മനസ്സിലാക്കി പറയൂ. ആദ്യഘട്ടത്തിൽ ഈ പ്രതികളെ ഈ ബോർഡിന് മുന്നിൽ ഹാജരാക്കിയതാണ്, രക്ഷിതാക്കളൊപ്പം വിട്ടതാണ്. അത് കഴിഞ്ഞാണ് ഷഹബാസ് മരിക്കുന്നത്, അത് കഴിഞ്ഞാണ് പിന്നെയും കൊണ്ട് ഹാജരാക്കുന്നത്. ആ സമയത്ത് ജാമ്യം കൊടുത്ത കാര്യമാണ് ഞാൻ പറയുന്നേ അൽകുമാർ. അങ്ങ് അതിൽ കയറി പിടിക്കല്ലേ. അല്ല, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം അവിടല്ല. 2ാം ഘട്ടത്തിൽ ശ്രീ ഇക്ബാലുമായിട്ടുള്ള അങ്ങയുടെ സംഭാഷണത്തിലാണ് ഇവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെന്നൊരു വാചകം പറയുന്നത്. സാറേ തിരിച്ചറിയേണ്ട കാര്യം, ഞാൻ അങ്ങേ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച സമയം കളയുന്നില്ല. സംഭവമല്ല, ഞാൻ അങ്ങേ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച സമയം കളയുന്നില്ല. അതാ പിതാവിന്റെ വേദനയാണ്. എന്താണ് ആ പിതാവിന്റെ വേദന? എങ്ങനെയാണ് ഇന്ന് പരീക്ഷ എഴുതേണ്ട സ്വന്തം പുത്രൻ 6 അടി മണ്ണിന് താഴെ കിടക്കുകയും അതിന് കാരണക്കാരായ പരീക്ഷ എഴുതുകയും ചെയ്താൽ ആ പിതാവ് പറയുന്നു സ്വന്തം മകൻ നഷ്ടപ്പെട്ടാലേ ആ വേദന അറിയുമെന്ന് പറയുന്നുണ്ട്. ആ വേദനയ്ക്ക് വിട്ടേക്കും. അതിന് നമ്മൾ രാഷ്ട്രീയ മറുപടി നിൽക്കണോ? അല്ല, അതിൽ രാഷ്ട്രീയ മറുപടിയല്ല, നിയമപരമായിട്ടുള്ള പൊസിഷൻ എന്താണെന്നാണ് പറയുന്നത്. ഒരു കുട്ടി കൊല്ലപ്പെട്ടത് വേദനാജനകമായ കാര്യമാണ്. അതിന് ഉത്തരവാദികളായവരും ജുവനൈലാണ്. ആ ജുവനൈലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലൊരു സംവിധാനമുണ്ട്. ആ നിയമവ്യവസ്ഥ പറയുന്നത് രാഷ്ട്രീയ പ്രയോഗമല്ല, രാഷ്ട്രീയമായ അഭിപ്രായമല്ല, CPMന്റെ രാഷ്ട്രീയ നിലപാടോ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടോ അല്ല ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കുന്നത്. ഇത് പ്രാഥമികമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വൈകാരികത ഉണർത്താനാകൂ എന്ന് ഞാൻ പറയുകയാണ്. 2, ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇത് കുട്ടികൾ ഓരോ വീടുകളിലും ഓരോ നാട്ടിലും ഓരോ വിദ്യാലയത്തിലും കൂട്ടം കൂടിയും കൂട്ടില്ലാതെയും ഒക്കെ വളരുന്നതിൻ്റെ ഭാഗമാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരാകെ പ്രതിക്കൂട്ടിലാവും. അത്തരം ആഖ്യാനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. ഇവിടെ VD സതീശൻ്റെ ശബ്ദം കേൾപ്പിച്ചല്ലോ, മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം എവിടുന്നാണ്? നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. കുട്ടികൾ പാൽ ഊട്ടുമ്പോൾ തന്നെ മൊബൈൽ കണ്ടുകൊണ്ടല്ലേ പാൽ ഊട്ടുന്നത്. അമ്മമാരിപ്പോൾ വളരെ വേഗം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഈ മൊബൈലിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ? കുഞ്ഞിലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ആക്സസബിളാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവരെ ക്രിമിനൽ വാസനകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളത് മറന്നുകൊണ്ട് നമ്മളൊരു സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ അർത്ഥമുണ്ടോ? 2, നമ്മൾ മതപരമായൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നു. അത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ്. അവിടങ്ങളിലൊക്കെ തന്നെ കൊലപാതകം, കൊല്ലൽ, അത് ചിലപ്പോൾ പ്രത്യേകമായൊരു കാര്യത്തിനാകാം, വിശുദ്ധമായ കാര്യത്തിനാകാം. പക്ഷെ വിശുദ്ധമായ കാര്യത്തിനാണെങ്കിലും അത് സാധൂകരിക്കപ്പെടുന്ന ആഖ്യാനങ്ങൾ സമൂഹത്തിലുണ്ട്. അതും കുട്ടികളെ സ്വാധീനിക്കില്ല എന്ന് നമ്മൾ കാണരുത്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ സമൂഹത്തിനകത്ത് വളർന്നു വരുന്ന മൂല്യബോധം കച്ചവടത്തിൻ്റെതാണ്.
മനുഷ്യർ തമ്മിലുള്ള രൊക്കം പണത്തിൻ്റെ ബന്ധമൊഴികെ മറ്റൊന്നും ബാക്കി വെക്കുന്നില്ല എന്ന് കാറൽ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഒരു മുതലാളിത്ത വ്യവസ്ഥയാണ് നിർമ്മിക്കപ്പെടുന്നത്. അത് കേരളത്തിൽ മാത്രമായിട്ട് പിണറായി സർക്കാർ 9 കൊല്ലം ഉള്ളതുകൊണ്ടല്ലാത്തൊരു വ്യവസ്ഥയല്ല. ഇന്ത്യയിൽ, ലോകത്ത് അത്തരമൊരു മുതലാളിത്ത വ്യവസ്ഥയാണ്. അതിൻ്റെ ഭാഗമായി ലോകമെമ്പാടും നടക്കുന്ന ഇപ്രകാരമുള്ള ക്രിമിനൽ പ്രവണതകളെക്കുറിച്ച് മുഖ്യമന്ത്രിയും പറഞ്ഞു നിയമസഭയിൽ. കെ അനിൽകുമാറിന്റെ ചോദ്യം നമുക്കങ്ങനെ പരന്നു പറയാൻ ഇനി സമയമില്ല. കെ അനിൽകുമാർ, അങ്ങനെ പരന്നു പറയാൻ പറ്റിയ കാലമല്ല. നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ ദിനേന എന്നോണം അറുംകൊലകളുടെ കാലമാണ്. അമ്മയുടെ കഴുത്തറക്കാൻ മടിക്കാത്ത, അച്ഛൻ്റെ കഴുത്തു നോക്കി വെട്ടാൻ മടിക്കാത്ത, മക്കൾക്ക് കൈവറയ്ക്കാത്ത കാലമാണ്. ലഹരികൾ കുത്തൊഴിച്ചെത്തുന്ന കാലമാണ്. MDMA-യും പേര് കേൾക്കാത്ത ലഹരികളൊക്കെ വളരെ സുലഭമായി താഴെത്തട്ടിൽ ലഭ്യമാകുന്ന കാലമാണ്. സർക്കാർ, ഒരു ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് നാടിനെ കാക്കാൻ നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ എന്ന് ശ്രീ അനിൽകുമാർ അതിൻ്റെ പ്രാക്ടിക്കൽ മറുപടി പറയണം. അതല്ല നമ്മൾ ഈ ലോകത്തെ മൊത്തം ഏതാണ്ട് വിശുദ്ധ കൊലപാതകങ്ങൾ, വിശുദ്ധമല്ലാത്ത കൊലപാതകങ്ങൾ, TP ചന്ദ്രശേഖരനെ വെട്ടിക്കീറിയ രീതി, അതൊന്നും പറയാനുള്ള സമയം നമുക്കില്ല. നമുക്ക് വേണം നമ്മുടെ നാടിനെ കാക്കാൻ പുതിയതായ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ നമുക്കുണ്ടോ മുന്നോട്ട് വെക്കാൻ? ശ്രീ അനിൽകുമാർ. നിഖിൽ പൈലിയെ അടുത്ത് കിട്ടിയപ്പോൾ ചോദിച്ചായിരുന്നോ എങ്ങനെയാണ് ധീരതനെ കൊന്നതെന്ന്? നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടല്ലോ. അന്ന് ഈ നമ്മുടെ ഇവിടെ എറണാകുളത്തെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടല്ലോ. നമ്മുടെ എറണാകുളത്തെ അങ്ങയുടെ നേതാവ് അരുൺകുമാർ അടക്കം കല്യാണത്തിന് വന്നിരുന്നു. ഓർമ്മ വരുമ്പോ ആ നിഖിൽ പൈയുടെ കല്യാണത്തിനെ ഇവിടുത്തെ അരുൺകുമാർ അടക്കം വന്നിരുന്നു. ഇവിടുത്തെ CPM നേതാക്കൾ വന്നിരുന്നു. അവരോട് ചോദിക്കാട്ടോ അരുൺകുമാർ. അല്ലല്ല, അബിൻ വർക്കിയുടെ കല്യാണം, നിഖിൽ പൈൽ വന്ന കല്യാണത്തിൽ CPM നേതാക്കൾ ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കുക അനിൽകുമാർ. നിലവാരം താഴല്ലേ പ്ലീസ്? അല്ലല്ല, അങ്ങനല്ല കൈകാര്യം ചെയ്യണ്ടേ. നിലവാരം നിങ്ങൾക്കാണ് താഴ്ന്നത്. ഇന്നത്തെ ചർച്ചയിൽ ഇവിടെ നാട് തരിച്ചു നിൽക്കുക. അല്ലല്ല, അപ്പോൾ ഉടനെ നിഖിൽ പൈലിലോട്ട് പോവാ അനിൽകുമാർ. കഷ്ടമാണേ. അപ്പൊ TP ചന്ദ്രശേഖരനിലേക്ക് പോയതോ? TP ചന്ദ്രശേഖരനെ കൊന്നത് CPM ആണ് അപ്പോ അല്ലേ? TPയെ കൊന്നത് CPM ആണ് അല്ലേ? അല്ലല്ല, TP ചന്ദ്രശേഖരനിലേക്ക് പോയതോ? TPയെ പറ്റി പറഞ്ഞാൽ പൊള്ളുന്നുണ്ട് CPM അല്ലേ? ആര് പറഞ്ഞു? അപ്പൊ TPയെ കൊന്നത് CPM അല്ലേ? നിങ്ങൾ വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ടിരിക്കരുത്. പിന്നെ എന്തിനാണ് അങ്ങ് അത് കയറി പിടിച്ചത് ഇപ്പോ? അല്ലല്ല, നിങ്ങൾ TP വധത്തിന് ശേഷം ഇപ്പൊ അങ്ങക്ക് അത് പൊള്ളേണ്ട കാര്യം എന്താ? TP 52 വെട്ടി കയറി കൊന്നത് ക്രിമിനലാണ്, കൊടിസുനി മാത്രമാണെങ്കിൽ CPM അതിന് പൊള്ളേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞോ? പറയൂ, ഒന്ന് പറയൂ. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ വെട്ടിന്റെ എണ്ണം ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങളുടെ അടുത്തൊരാളെ കിട്ടി, ഒരു ക്രിമിനലിനെ കിട്ടി. ഞാൻ പറഞ്ഞത് TP ചന്ദ്രശേഖരനെ 52 വെട്ടുകീറി കൊന്നത് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട സമയമല്ലെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, ആ സമയമല്ലെന്ന് ഞാൻ പറയുന്നത്. ഒരു ആക്ഷൻ പ്ലാൻ നമുക്കുണ്ടോ എന്ന് അങ്ങ് കുറച്ച് ക്രിയേറ്റീവായി സംസാരിക്കൂ ശ്രീ അനിൽകുമാർ. നമ്മൾ എല്ലാ ദിവസവും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതല്ലേ, അത് വിടൂ പ്ലീസ്. ഞാൻ ക്രിയേറ്റീവാണ്. നമ്മൾ എല്ലാ ദിവസവും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതല്ലേ, അത് വിടൂ. നാടിനെ മുടിക്കാനിറങ്ങിയ ലഹരി മാഫിയെ നേരിടാൻ ഒരുമിച്ച് നിൽക്കാൻ എന്തെങ്കിലും പ്ലാൻ നമുക്കുണ്ടോ ശ്രീ അനിൽകുമാർ? അത് കഴിഞ്ഞ് TP പറയാം, അത് കഴിഞ്ഞ് നിഖിൽ പൈലി എത്ര വേണേ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോഴോ കേൾപ്പിച്ച സതീശന്റെ ശബ്ദം അതായിരുന്നില്ലല്ലോ. നിങ്ങൾ കേൾപ്പിച്ച സതീശന്റെ ശബ്ദം അതായിരുന്നില്ലല്ലോ. നാടിനെ മുടിക്കുന്ന ഈ വിപത്തിനെതിരായി നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ആക്ഷൻ പ്ലാൻ നമുക്കുണ്ടാക്കാമെന്ന് അങ്ങ് അവതരിപ്പിക്കുമ്പോൾ അവതാരകൻ എന്തിനാ TPയിലേക്ക് പോയത്? TP ചന്ദ്രശേഖരനിലേക്ക് പോയത്? TP ചന്ദ്രശേഖരൻ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ചന്ദ്രശേഖരനിലേക്ക് പോകുമ്പോൾ നിഖിൽ പൈലിയെ ഞാൻ പറയട്ടെ, അങ്ങ് എന്റെ തലയിൽ കൂടെ ഉണ്ടോ നോക്കി ഇരിക്കല്ലേ പ്ലീസ്. അങ്ങ് എന്റെ തലയിലാണോ കിണ്ണം കെട്ട കൂടാൻ നോക്കി ഇരിക്കല്ലേ പ്ലീസ്. ഞാൻ പറഞ്ഞ എന്താണ്? സഭയിൽ TP വന്നുകൂടാ. ഇന്ന് സഭയിൽ TP വന്നുകൂടാ. ഇന്ന് മറ്റു വിഷയങ്ങൾ വന്നുകൂടാ. ഇന്ന് വരേണ്ടത് നാടിനെ മുടിക്കാനിറങ്ങിയ 4ാം ക്ലാസ്സിലെ കുഞ്ഞിനെ വരെ കൊല്ലാനിറങ്ങിയ ലഹരി മാഫിയക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരു പ്ലാൻ ഉണ്ടോ എന്ന വിഷയമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഉടനെ TP കയറി പിടിച്ച് അതിൽ പിടിച്ച അങ്ങ് കയറല്ലേ. നമ്മൾ രാഷ്ട്രീയം പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെയാണ്. അപ്പം അങ്ങക്ക് ബോധം വന്നല്ലോ, ഇപ്പൊ വെളിവ് വന്നല്ലോ, നിങ്ങൾക്ക് വെളിവ് വന്നല്ലോ. താങ്കൾക്കൊരു വെളിവാ പ്ലീസ്. അച്ഛനോടൊരു ചോദ്യം ചോദിക്കുന്നു. കുമാർ, താങ്കൾക്ക് കുറച്ച് വെളിവാ പ്ലീസ്. വെളിവ് വന്നല്ലോ, ഞാൻ പറയാം. താങ്കൾക്ക് പുതുക്കി വെളിവാ. അങ്ങൊരു CPM സംസ്ഥാന സമിതി അംഗമല്ലേ? ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കല്ലേ സാറേ. നാട് മുടിയുക. ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കല്ലേ പ്ലീസ്. എനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാക്കിയത് നിങ്ങളാരുമല്ല, മാധ്യമങ്ങളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. മരിച്ചുപോയ കുട്ടിയുടെ പിതാവിനോട് ബഹുമാനപ്പെട്ട ഹാഷ്മി ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടു. എന്താ ചോദ്യം?
ഈ കൊലപാതകം നടത്തിയ ഒരു കുട്ടിയുടെ പിതാവിന് ഏതോ ഒരു പ്രതിയായിട്ട് ബന്ധമുണ്ട്. അത് ഏത് പ്രതിയാ? അതെന്തിനാ ആ കഥ എഴുന്നള്ളിച്ചത് നിങ്ങളുടെ ചർച്ചയിൽ? നിങ്ങളെന്തിനാ ആ കഥ എഴുന്നള്ളിച്ചത്? ഇന്നത്തെ ദിവസം നമ്മളിത് നേരിടാൻ വേണ്ടിയാണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് നിഖിൽ കാര്യം വരുമ്പോൾ അത്ര വലിയ യോഗ്യതൊന്നും ആകണ്ട, പറയണ്ട, അത്ര വലിയ യോഗ്യത എന്റെ ചർച്ച ഇല്ല. നിലവിൽ ഇന്നത്തെ ചർച്ച നമുക്ക് രാഷ്ട്രീയ പയറ്റ് നടത്തി എന്താണ് തരം താഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല ശ്രീകുമാർ. നിലവിൽ നമ്മുടെ ഇന്നത്തെ ചർച്ച നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയം അതിഗുരുതരമായ ഒരു സാമൂഹ്യത്തിനെ കുറിച്ചുള്ള വിഷയമാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിലവാരം താഴ്ത്തിക്കിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് പറയാനുള്ളത് പൂർത്തിയാക്കും ശ്രീ കുമാർ. എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. അപ്പോൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ നിലവാരം കെട്ടുപോകുമെന്ന് നല്ല ബോധമുള്ള അവതാരകൻ അന്തരിച്ച ആ കുട്ടിയുടെ പിതാവിനോട് പറയുകയാണ്. അതിലൊരു പ്രതി എന്ന് പറയുന്നത്, ആ പ്രതിയുടെ അച്ഛൻ എന്ന് പറയുന്നത്, ആ നഞ്ചക്കുണ്ടായിരുന്ന വീട്ടിലെ ആ പ്രതിയുടെ അച്ഛൻ എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു കേസിലെ പ്രമാണിയാണ്. ആ പ്രമാണിയെ രക്ഷിക്കാൻ വേണ്ടി കേരള സർക്കാർ നടത്തുന്നു. ഈ ചർച്ചയിൽ നടത്തിയ ഒരു പരിപാടിയല്ലേ അത്? ആ പരിപാടിയെ ഞാൻ പറയാം ആ പരിപാടി കയ്യിലിരിക്കട്ടെ, ചന്ദ്രശേഖർ കേസിലെ ഒരു കൊടും ക്രിമിനലിനൊപ്പം ഒന്നാം പ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രത്തെ പറ്റി ഞാൻ പിതാവിനോട് ചോദിച്ചു. അതിൽ അങ്ങേക്ക് എന്തിനാണ് പൊളിയുന്ന ഇത്രയും? എനിക്ക് മനസ്സിലാവുന്നില്ല സിയാൽകുമാർ താങ്കളെ. അവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയാം. ടി.പി. ചന്ദ്രശേഖരന്റെ കേസിലെ പ്രതികളുടെ കൂടെ പലരും ഫോട്ടോയിൽ കാണും. ചോദ്യം അതല്ല. കേരള സർക്കാർ ഈ പറയുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുമെന്ന ചോദ്യമാണ് ഉള്ളത്. സംരക്ഷിക്കുകയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള വ്യംഗ്യമാണ് ആ ചോദ്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വച്ചത്. അതുവഴി കൊലയാളിക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണെന്ന് ദുരാരോപണം നടത്താനാണ് ആ ദുരുദ്ദേശം തുറന്നു കാണാൻ. ഞാൻ മകൻ മരിച്ച ഒരു പിതാവിനോട് ചോദിച്ച ചോദ്യം താങ്കൾ അച്ഛന് രാഷ്ട്രീയ മറുപടി പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കാത്ത എന്തോ അർത്ഥമെടുത്ത് അത് വാർത്ത വന്നതാണെന്നേ. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ ഒരു പ്രതിക്കൊപ്പം ഈ ഒന്നാം പ്രതിയുടെ അച്ഛൻ നിൽക്കുന്നത്, അയാളുടെ വീട്ടിൽ നിന്നാണ് കൊലയ്ക്ക് ഉപയോഗിച്ച ഈ നഞ്ചക്ക് കണ്ടെത്തിയത് എന്ന ചോദ്യം ഞാൻ അത് ചോദിച്ചു. അതിൽ CPM സംസ്ഥാന സമിതി അംഗത്തിന് പൊള്ളേണ്ട കാര്യം എന്താ? ഒരു പൊള്ളലുമില്ല. അതിൻ്റെ ഭാഗമായി ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് എന്നൊരു ആഖ്യാനം ഉണ്ടാക്കാനാണ് നിങ്ങൾ ആ പരിപാടിയായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങുന്നവരാരാണെന്ന് പറഞ്ഞ് അവരെ തുറന്നു കാട്ടുക എന്ന് പറയുന്നത് CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പ്രാഥമിക ജോലിയാണ്. അതുകൊണ്ട് അത്തരം വേലയൊക്കെ കൈ ഇരിക്കട്ടെ. ഞാൻ അങ്ങയുടെ യുക്തിയോട്, അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് എന്റെ നമോവാകം ശ്രീകുമാർ. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, ഞാൻ അങ്ങയിലേക്ക് എത്താം ശ്രീകുമാർ. അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോടെ നമോവാകം. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, എനിക്ക് ടി.പി. ചന്ദ്രശേഖരൻ കേസ് വിട്ടേക്കൂ, നിഖിൽ പൈലി വിട്ടേക്കൂ, രാഷ്ട്രീയം വിട്ടു. ഒറ്റ മിനിറ്റ് ശ്രീകുമാർ, അങ്ങരുത് പ്ലീസ്. അങ്ങ് ചിരിക്കരുത്. നമ്മൾ നിൽക്കുന്നത് ഒരു നീറുന്ന വിഷയത്തിന് മുന്നിലാണ്. നമ്മൾ ഇരിക്കുന്നത് മെനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ്. അങ്ങ് ചിരിക്കരുത് പ്ലീസ്. വൈകാരികത ഉണ്ട്. എനിക്ക് വൈകാരികത ഉണ്ട് സാറേ. എനിക്ക് വൈകാരികത. ഒരു 10ാം ക്ലാസ്സുകാരന്റെ കബറുടെ മുന്നിൽ കണ്ടതാണ്. അവന്റെ അച്ഛൻ നായിട്ട് പോയതേ ഉള്ളൂ. അവന്റെ അമ്മ വീട്ടിൽ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് വൈകാരികത ഉണ്ട് ശ്രീകുമാർ. ഏത് പാർട്ടിയാണോ കുറച്ച് സെൻസിറ്റീവ് ആവും ശ്രീകുമാർ. കുറച്ച് സെൻസിറ്റീവ് ആവ്. അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. എപ്പോഴും രാഷ്ട്രീയ തീവ്രം ബാധിക്കല്ലേ. അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ് ശ്രീകുമാർ. പാവപ്പെട്ട പിള്ളേരെ മുഴുവൻ എന്തിനും ഒരു പരിധിയില്ലേ കൊലപാതകത്തിൽ അങ്ങേക്ക് മറുപടി പോരുത്. അങ്ങേക്ക് മറുപടി പറയുന്ന സമയത്ത് പറയൂ പ്ലീസ്. രാജു പി നായർ, എന്റെ ചോദ്യം അങ്ങയോടാണ്. എന്റെ ചോദ്യം അല്ല ശ്യാൽകുമാർ നിർത്തൂ. ശ്യാൽകുമാർ ഈ വിഷയത്തിൽ അങ്ങയുടെ കുബുദ്ധി നിർത്തൂ. അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ പ്ലീസ്. അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ.
രാജു പി നായർ ഇന്നത്തെ ദിവസം ആ സഭയിൽ ഉണ്ടാവേണ്ടത് ക്രിയേറ്റീവായ ക്രിയാത്മകമായ ചർച്ചയായിരുന്നു. പറയണ്ട ശ്യാൽകുമാർ, അങ്ങ് ഈ മട്ടിലാണ് പറയുന്നതെങ്കിൽ, അങ്ങേക്ക് പരിഹാസമാണെങ്കിൽ അങ്ങനെ പറയരുത്, ദയവ് പറയരുത് പ്ലീസ്. നിഖിൽ പൈ എന്തോ പൈ ശ്യാൽകുമാർ ഇങ്ങനെ ഇൻസെൻസിറ്റീവ് ആവല്ലേ? അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ? നമ്മൾ നിൽക്കുന്ന ഒരു വൈകാരിക വിഷയമാണ്. നമ്മൾ നിൽക്കുന്ന ഒരു വൈകാരിക വിഷയമാണ്. അതിന്റെ മുന്നിൽ അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ സാർ? പ്ലീസ്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങോട്ട്. അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ? ഞാൻ അഭ്യർത്ഥിക്കട്ടെ, ഒന്ന് കേട്ടെ, അങ്ങോട്ട് കേട്ടെ. ധീരജിനെ കൊന്ന കൊലയാളികളുടെ കൂടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വൈകാരികതയുണ്ടോ? ധീരജിനെ കൊന്ന ശ്യാൽകുമാർ, ആ കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? ആ വൈകാരികത നിഖിൽ പൈലി വന്ന കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? നിങ്ങളുടെ CPM-കാർക്ക് ഇല്ലാത്ത വൈകാരികത എനിക്കെന്തിനാ? അത് നിങ്ങളോടുള്ള മറുപടിയാണ്. ശരി, ഓക്കെ, ആയിക്കോട്ടെ. ആ കല്യാണത്തിന് പങ്കെടുത്ത CPM-കാർക്ക് ഇല്ലാത്ത വൈകാരികത എനിക്കെന്തിനാ? ശ്യാൽകുമാർ, അതവിടെ നിൽക്കട്ടെ. രാജു പി നായർ, എന്റെ ചോദ്യം, അനിൽകുമാർ പറഞ്ഞു എന്തും പറഞ്ഞോട്ടെ, ഞാനത് വിട്ടു. രാജു പി നായർ, എന്റെ ചോദ്യം, ഈ നാട് വല്ലാത്ത ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഈ നാട്ടിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കുട്ടിക്ക് വരെ മയക്കുമരുന്ന് സുലഭമാണ്. എങ്ങോട്ട് പോയാലും എവിടെ തിരിഞ്ഞാലും മയക്കുമരുന്നാണ്. അനിൽകുമാർ തിരിച്ചോട്ടെ. രാജു പി, നമുക്കതിന് പരിഹാരം വേണം. ആ പരിഹാരത്തിന് ഉതകുന്ന എന്തെങ്കിലും ഒരു നിർദ്ദേശം പ്രതിപക്ഷം സഭയിൽ വെച്ചോ? ഏതെങ്കിലും സർക്കാർ എന്തെങ്കിലും പറഞ്ഞോ രാജു പി നായർ? ഹാഷ്മി, ഞാൻ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുമ്പോൾ ഞാൻ അമിതമായ രാഷ്ട്രീയം പറയില്ല എന്ന് തീരുമാനിച്ചാണ് ഈ ചർച്ചയിൽ വന്നത്. പക്ഷേ ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രേക്ഷകരോട്. ഇത്രമാത്രം നിർവികാരതയോട്, ഇത്രമാത്രം ഡെനിയലോടുകൂടി, ഇത്രമാത്രം ഒരു അജണ്ട വെച്ച് ഒരു ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അവസരം എത്തുന്നതിന് മുമ്പ് പോലും എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടതായിട്ട് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പാവപ്പെട്ട മനുഷ്യൻ, മകനെ നഷ്ടപ്പെട്ട മനുഷ്യൻ വന്നിരുന്ന് പറഞ്ഞതാണ് ആ കുറ്റവാളികളെ പരീക്ഷ, അതിന് രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ആക്ഷേപിക്കുന്നത്. എന്തൊരു ഇൻസെൻസിറ്റീവ്നെസ് ആണിത്? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക? ഞാൻ കൃത്യമായിട്ട് ഇന്ന് ഈ ചർച്ച കാണുമ്പോൾ പോലും ഈ പിഞ്ചു മക്കളുള്ള, ഞാൻ 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണ്. ഞാൻ ആ വികാരത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സമാനരായ പ്രായത്തിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർ ഒരുപക്ഷെ ഈ ചർച്ചയിൽ കാണുന്നത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സംവിധാനം ഈ കഴിഞ്ഞ 9 വർഷം ഈ സർക്കാർ ചെയ്ത ക്രിയേറ്റീവ് നടപടി ഒന്നുപോലും പറയാനില്ലാത്തതുകൊണ്ടല്ലേ ശ്യാൽകുമാർ ഈ ചർച്ച വഴിതിരിച്ച് ഏതോ വഴിക്ക് നിഖിൽ പൈലി മറ്റേ പൈലി കൊണ്ടുപോകുന്നത് അല്ലേ? രാജു പി നായർ, അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കൂ. അതെ ഹാഷ്മി, അതിലേക്ക് ഞാൻ വരാം. ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഇന്ന് നിയമസഭയ്ക്കകത്തുണ്ടായതും ഇതേ ഡെനിയലാണ്. നോക്കൂ, ഇവിടുത്തെ കുട്ടികളുടെ മൊബൈൽ യൂസേജും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ ഉണ്ട്. അതിനെ അഡ്രസ് ചെയ്യേണ്ടത് ആരാ? അച്ഛനമ്മമാർ മാത്രമാണോ? ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ട രീതിയിൽ അവയർനെസ് നടത്തുകയും എല്ലാം നടത്തുക ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് വാട്സാപ്പുകളിലേക്ക് വരുന്ന നമ്മൾക്ക് പണ്ട് കണ്ടാൽ ചോര മരവിച്ചു പോകുന്ന രീതിയിലുള്ള ക്രൂരതയുള്ള വീഡിയോകൾ ഇന്ന് കുട്ടികളും വലിയവരും ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിനൊന്നും ആരും തള്ളിക്കളയുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ അതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതും കുട്ടികൾക്ക് അതിനകത്ത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതും സർക്കാരിന്റെ ചുമതലയല്ലേ? ആ സർക്കാരിന്റെ ചുമതല ചെയ്യാതെ ഇവിടെ വന്ന് ഈ മാതാപിതാക്കളെയും കുട്ടികളുടെ മീഡിയനും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നോക്കൂ, ഇന്നത്തെ നിയമസഭയിൽ സംസാരിച്ചെന്താ? എന്ത് പ്രോആക്റ്റീവായിട്ടുള്ള എന്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട്? മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ, ആദ്യം തന്നെ അദ്ദേഹത്തിന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് പ്രകോപിതനായി. അനിൽകുമാറിന്റെ ഒരേ സ്കൂളാണല്ലോ, എങ്ങനെയാണ് ചർച്ച തിരിച്ചുവിടാൻ പറ്റുന്നത് എന്ന് നോക്കിയതായിരിക്കാം. അങ്ങനെ പ്രകോപിതനായി പറഞ്ഞു. കേസുകളുടെ എണ്ണം പറയുന്നതിനപ്പുറം എന്ത് നടപടിയുണ്ട്? ഹാഷ്മി, ഒരു വിശാലാർത്ഥത്തിൽ ഞാൻ പറയാം, അത് ഒരു വിവാദമൊന്നും ആക്കണ്ട. പക്ഷെ ഞാൻ പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇരകളാണ്. ഞാൻ ആ ചിന്ത എടുക്കുന്ന മയക്കുമരുന്നവർ ഉപയോഗിക്കുന്നവർ ഇരകളാണ്. ഒരു പക്ഷേ അവരുടെ സമൂഹത്തിനകത്തുള്ള വീടുകളിലെ ഒറ്റപ്പെടലിന്റെ എല്ലാം സാഹചര്യത്തിൽ വീണു പോകുന്ന തെറ്റാണ്. ഒരു സംസ്ഥാനത്ത് ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ആ ഇരകൾക്ക് എത്തുന്ന സപ്ലൈ ചെയിൻ കട്ട് ചെയ്യലാണ്. ആ സപ്ലൈ ചെയിനിലേക്ക് എത്തുന്ന ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല. എന്ത് സമീപ കാലഘട്ടത്തിൽ എല്ലാം തീരുമാനിക്കും. എവിടെയാണ് പോലീസിന്റെ സാന്നിധ്യം? ഹാഷ്മി എറണാകുളം പട്ടണത്തിലാണല്ലോ. ഹാഷ്മി രാത്രി ഒരു 12-1 മണിയാകുമ്പോൾ ഇറങ്ങി ഒന്ന് ഈ നഗരത്തിലൂടെ നടന്നു നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് 12:30 മണിക്ക് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എൻ്റെ ഉദയംപേരിലേക്കുള്ള വീട്ടിലേക്ക് 15 കിലോമീറ്റർ സഞ്ചരിച്ചു.
ആ യാത്രയിൽ മുഴുവൻ നിരവധി നിയമലംഘനങ്ങൾ കാണാൻ സാധിച്ചു. ട്രിപ്പിൾസും 4 പേരുമൊക്കെ ഇരുന്ന് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ ചീറിപ്പായുന്ന സ്റ്റണ്ടുകൾ, സിഗ്നലുകൾ ശ്രദ്ധിക്കാതെ മറികടക്കുന്ന യുവത്വം, കലൂരിലും കടവന്ത്രയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്ന ചെറുപ്പക്കാർ, ഇതെല്ലാം കണ്ടു. ഞാൻ കാണാതിരുന്നത് ആ 15 കിലോമീറ്ററിൽ പോലീസുകാരെ മാത്രമാണ്. ഒരൊറ്റ പോലീസുകാരൻ ഈ കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഫോർട്ട് കൊച്ചിയിൽ ഒരു വണ്ടി എടുത്ത് 2 സ്ത്രീകൾ ഇവിടെ മരിക്കാനുണ്ടായ സാഹചര്യം. 18 കിലോമീറ്റർ റോഡ് റേജ് നടന്നു. റോഡ് റേജ് നടന്നിട്ട് അത് കണ്ടുപിടിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ലാത്ത അവസ്ഥയിലായി. ഞാൻ ചില പോലീസുകാരോട് ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു, ഇതാണ് ഞാൻ കണ്ടത്. പറഞ്ഞു, രാജസാറെ ഞങ്ങൾക്ക് ഇറങ്ങാൻ വണ്ടിക്കടിക്കാൻ ഡീസൽ പോലും ഇല്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഹാഷ്മി, കഴിഞ്ഞ എത്ര നാളായി ഹാഷ്മി മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഒരു ഷാഡോ പോലീസ് മയക്കുമരുന്ന് പിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാഡോ പോലീസ് മയക്കുമരുന്ന് 800, 300 കഞ്ചാവും MDയും എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും വരുന്നുണ്ട് മയക്കുമരുന്ന് പിടിക്കുന്ന വാർത്ത. എക്സൈസ് ഇന്റലിജൻസ് സംവിധാനമുണ്ട്, എഫക്റ്റീവ് പ്രവർത്തിക്കും. പക്ഷെ പ്രശ്നം എന്താണ്? പക്ഷെ പ്രശ്നം പിടിക്കുന്നതിന്റെ 50 ഇരട്ടി വരുവാ. അപ്പൊ നമുക്ക് അത് തടയാൻ എന്താണ് ഒരു ഫുൾ പ്രൂഫ് മാർഗം എന്നത് എല്ലാവരും കൂടെ. രാജു പി നായർ, ഞാൻ കരുതുന്നില്ല സർക്കാർ മാത്രം വിചാരിച്ചൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സർക്കാരും പ്രതിപക്ഷവും ഇവിടുത്തെ സംഘടനകളും ഇവിടുത്തെ ക്ഷേത്ര മഹല്ല് പള്ളി കമ്മിറ്റികളും ഇവിടുത്തെ NGOകളും ഇവിടുത്തെ ഇറങ്ങാവുന്ന മനുഷ്യർ മൊത്തം ഇറങ്ങിയുന്ന ഒരു വൻമതിൽ തീർക്കേണ്ട കാലമാണ്. രാഷ്ട്രീയം പറയേണ്ട സമയമല്ല രാജു പി നായർ. അല്ല ആഷ്മി, അത് തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ നിലയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ ഇതിന്റെ പ്രചരണ പരിപാടികളായിട്ട് ഇറങ്ങുകയാണ്. മുഴുവൻ ആൾക്കാരും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ, എക്സൈസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? അതിനിടയ്ക്ക് ഹാഷ്മി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടോർത്ത്, അനിൽകുമാർ അതിനേക്കാൾ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വളരെ ഉത്തരവാദിത്തമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനിടയ്ക്ക് നടത്തി. മറന്നുപോകരുത്, മതപരമായ സ്ഥാപനങ്ങളിൽ കൊലയും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ രക്ഷപ്പെടാൻ കഴിയുമോ? പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റുമോ? ഇവര് കാണിക്കുന്ന ഇതിനകത്തുള്ള കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് പറയണ്ടേ? ഈ ഞാൻ നോക്കൂ ഹാഷ്മി, നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്, അവർ പരീക്ഷ എഴുതിക്കോട്ടെ, പാസ്സാവുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവന്മാർ അവരെ പരീക്ഷ എഴുതാതെ റാങ്ക് കൊടുക്കും. സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാരിനുള്ള വിശ്വാസം അതാണ്. ഈ സർക്കാരിനെ മുഴുവനായിട്ട് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവരുടെ കാലത്ത് ഇവർ കാണിച്ചു കൂട്ട തെമ്മാടിത്തരങ്ങളാണ്. TP വധക്കേസിലെ പ്രതിയുടെ സുഹൃത്താണ് ഈ പയ്യന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്തിനാ നിങ്ങൾക്ക് പൊള്ളുന്നത്? അപ്പൊ TP കൊന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കൊടിസുരിയുടെ സുഹൃത്താണ്. ആ TP വധക്കേസിൽ അയാൾ നിന്ന ഫോട്ടോ മാത്രമല്ല, ഇന്നത്തെ മാധ്യമ റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ പോലീസ് പറയുന്നത് ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇയാൾ നെഞ്ചക്ക് കൊടുത്തത് ഇയാളുടെയാണ്. ഈ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്ത് ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പോലീസ് കണ്ടുപിടിച്ചല്ലേ, മറ്റേ ഡിജിറ്റൽ എവിഡൻസ് എടുത്തുകൊണ്ട് കണ്ടെത്തുകയല്ലേ, അയാളെ പ്രതി ചേർക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാട്രേജ് ഇപ്പോഴേ തുടങ്ങി. തീർത്തു പറയാൻ സമയമായിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ പോലീസ് ഇപ്പോഴും പ്രതി ചേർത്തിട്ടില്ല അയാളെ. പോട്ടെ, മകൻ ചെയ്ത കുറ്റത്തിന് പിതാവ് പ്രതിയാവോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. പോട്ടെ, അല്ല ശ്രീ KM മാണി, നമുക്ക് വിശാലാർത്ഥത്തിൽ പറയാം. നമുക്ക് വിശാലാർത്ഥത്തിൽ എന്താണ് വീടുകളിലാണ് തുടങ്ങേണ്ടത്. സ്നേഹം, കരുണ, സിനിമ, എന്താണ് ആവേശ സിനിമയിൽ അമ്പാൻ എടാ മോനെ അമ്പാനെ വിളിക്കുന്നു, അത് മക്കൾ പറയുന്നു എന്ന് നമുക്ക് തമാശ പറയാം, കളിവാക്ക് പറയാം. നമുക്ക് എന്താണ് അധികതുങ്ക പാദത്തിലത്ര ശോഭിച്ചിരുന്നു എന്ന പല കവിതകൾ പറയാം. ശ്രീ KM മാണി ഇപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ട് എനിക്ക് ഒരാളയച്ച മെസ്സേജാണ്. ഇത് ഇന്നലെ കിട്ടിയ ഒരു ട്യൂഷൻ സെൻ്ററിൽ നിന്ന് ഒരു പേനയാണ്. ആ പേന അതൊരു ചിത്രമാണ്. ഇത് ഇന്നലെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പേനയാണിത്. ഇത്തരത്തിലുള്ള പേനകൾ ഇന്ന് സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്കിടയിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. പുറത്ത് പേന പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ട്യൂബ് തുറന്ന് പരിശോധിക്കുമ്പോൾ അതിലൊരു സിഗരറ്റ് കാണാവുന്നതാണ്. എന്താണ്? ഈ ലഹരി ഉപയോഗിക്കാനുള്ള സിഗരറ്റാണ്. കുട്ടികൾക്കിടയിലെ ഒരു പേന പിടിച്ചതിനെ എനിക്കൊരാളയച്ച സന്ദേശമാണ്. ഇത്തരം മിനിഞ്ഞാത്ത എൻകൗണ്ടറിൽ താങ്കളുണ്ടായിരുന്നു, എൻ്റെ ചർച്ചയിൽ ഒരാൾ വന്നു,
9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ പിതാവാണ്. ചോക്ലേറ്റിൽ കിൻഡർ ജോയിൽ മുട്ടായിൽ ഇട്ട് കൊടുത്ത് ആ കുഞ്ഞിനെ അടിമയാക്കി കരിയറാക്കാനായിരുന്നു പ്ലാൻ. ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുത്തു. ഇന്ന് വന്ന വാർത്ത, സ്കൂളിൽ കഞ്ചാവ് ഉപയോഗം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ അവനെ അടിച്ചു മർദ്ദിച്ച് അവശനാക്കി ഒരു സംഘം ഈ വിഷ്വൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് എന്താണ് താക്കീത്? ഒറ്റുകാർക്കുള്ള താക്കീതാണെന്ന രീതിയിൽ. ഇങ്ങനെ മാരകമായി ഭീകരമായി പോകുന്ന കാലത്ത് ഈ രീതിയിൽ മതിയോ എൻഫോഴ്സ്മെന്റ്, ശ്രീ കെ എം ആന്റണി? അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് എന്നതിലേക്ക് ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് ഇനിയും ഉണ്ടോ, ശ്രീ കെ എം ആന്റണി? രാഷ്മി, ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയ്ക്ക് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു, നിയമം കൊണ്ട് എല്ലാം പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു വാചകം പറഞ്ഞു. അത് വളരെ ശരിയാണ്. ആ തിരിച്ചറിവാണ് നമ്മളെ ഇപ്പം മുന്നോട്ട് പ്രതീക്ഷയോടെ നയിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ചർച്ച തന്നെ എങ്ങനെയുള്ളൊരു മെസ്സേജാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. ആ ഒരു പിതാവ് വന്ന് 15 വയസ്സുള്ള ആ കുടുംബം സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വന്ന വളരെ സ്മാർട്ടായിട്ട് ആ ഫോട്ടോയിൽ തന്നെ കാണുമ്പോൾ വളരെ പ്രസരിപ്പുള്ള ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് കാണുന്നത്. ആ കുട്ടിയെ ഒന്നുമല്ലാതാക്കി കൊലപ്പെടുത്തി, ആ നെഞ്ചക്കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി ഇന്നിപ്പം 6 അടി മണ്ണിൽ കഴിയുന്നു. അതുപോലെ തന്നെ മറ്റ് 5 പേര് ജീവിതത്തിൽ പ്രതീക്ഷകളോടെ ഉന്നതിയിലേക്ക് പോകാനായിട്ട് പരീക്ഷ എഴുതുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷനാണ്, അല്ലെ ആ രണ്ട് ദ്വന്ദ്ങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വൈകാരികമായിട്ടും ധാർമ്മികവുമായിട്ടും ഉയർന്നു വരാവുന്നൊരു ചോദ്യമാണ്. പക്ഷെ നിയമം പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്നത്. കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളത്, പ്രത്യേകിച്ചും ഇത് 15 വയസ്സ് മാത്രമുള്ള കുട്ടികളാണ്. അവരുടെ ഭാവി നഷ്ടപ്പെടരുത് എന്നുള്ളത് സ്റ്റേറ്റിന് പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ച കുട്ടിക്ക് നീതി പുലർത്തുന്നു, അല്ലെ ആ കുടുംബാംഗങ്ങളോട് നമ്മൾ ഒരു നിമിഷമെങ്കിലും നിൽക്കുന്നു എന്നൊരു തോന്നൽ ഉളവാക്കേണ്ടതും ഒരാവശ്യം തന്നെയാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, പക്ഷേ നിയമത്തെ നിയമം മാത്രമായി കാണാനും പറ്റില്ല. നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് ആ കാര്യമോ ഈ കുട്ടിയുടെ പ്രശ്നങ്ങളെക്കാൾ ഉപരി അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന ഏതെങ്കിലും കൊലപാതകത്തെ പറ്റിയോ ഉള്ള ചർച്ചയ്ക്കല്ല നമ്മളിപ്പോൾ ഇവിടെ വന്നത്. നമ്മളിപ്പോൾ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു ഭവിഷ്യത്തിനെ പറ്റിയുള്ള ചർച്ചയാണ്. അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിക്കളയാം, അല്ലെങ്കിൽ എങ്ങനെ അത് നിർമ്മാർജ്ജനം ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോളിൽ വരുത്താം എന്നുള്ളത്. നമുക്ക് പോലീസോ എക്സൈസോ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം തീർക്കാവുന്ന രീതിയിലുള്ളതല്ല. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള ഒരു പ്രോഗ്രാം ഇപ്പം വെഞ്ഞാറമൂട് കേസിന് തൊട്ട് ശേഷം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഒറ്റ ദിവസം തന്നെ 2400 പേരെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ 153 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. 1.3 കിലോ MDMA പിടിച്ചു. അപ്പൊ പോലീസിന്റെ ആക്ഷൻ മോശമാണെന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ആക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണോ സമൂഹത്തിൽ ഇങ്ങനെ സന്ദേശം ആരാ ഞാൻ പറയുന്നില്ല. കള്ള കഞ്ചാവ് കേസുകളിൽ വക്കാലത്തെടുക്കില്ല എന്ന് പറയാൻ കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിന് ചങ്കൂറ്റമാണോ ചോദിക്കാൻ 24 ധൈര്യമുണ്ടോ? NDPS കേസുകളിലെ അറസ്റ്റിനുള്ള പ്രത്യേകതയാണ് ആദ്യ പഴുത്, വഴിയെ ബാക്കി പഴുതുകളും പിന്നെ കോടതി മുറിക്കുള്ളിലെ അഭ്യാസങ്ങളും. കാപ്പ ചുമത്തി എത്ര പ്രതികൾ ഇപ്പോൾ അകത്തുണ്ട് പുറത്തുണ്ട് എന്നൊരു കണക്കെടുത്താൽ മനസ്സിലാകും ഇന്ന് മുഖ്യമന്ത്രി എടുത്തു എന്ന് പറയുന്ന നടപടികളിലെ സത്യം എന്ന് പറഞ്ഞാൽ ഇതിനെ സമഗ്രാർത്ഥത്തിൽ കാണണം. ഈ പറയുന്ന ഏറ്റവും ചുരുങ്ങിയ പക്ഷം MDMA പിടിക്കുന്ന കേസുകളിലെ പ്രതികളുടെ വക്കാലത്തെടുക്കില്ല എന്ന് അഭിഭാഷക സമൂഹം പ്രഖ്യാപിക്കണ്ടേ, ശ്രീ കെ മാണി? തീർച്ചയായിട്ടും അത് വക്കാലത്ത് എടുക്കുക അല്ല അതിനെ അത്തരം അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത അഭിഭാഷകർക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത് വ്യക്തിപരമാണ്. നമുക്കവരെ മൊത്തമായിട്ട് അല്ലെങ്കിൽ ബാർ കൗൺസിൽ മൊത്തമായിട്ട് അങ്ങനെ എടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാനോ സാധിക്കില്ല. അതെല്ലാം അഭിഭാഷകരെന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കേസും ഇപ്പം ഗോവിന്ദച്ചാമിയുടെ കേസെടുത്തില്ലേ, അല്ലെങ്കിൽ അതുപോലെ ക്രൂരമായിട്ട് നമ്മൾ ഏറ്റവും ഭയാനകമായിട്ടുള്ള സംഭവങ്ങളിലെ കേസുകൾ അഭിഭാഷകർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രതിവിധിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഒരാൾ എടുത്തില്ലെങ്കിൽ മറ്റൊരാൾ എടുക്കും. അതുകൊണ്ട് ആദ്യം വരുന്നയാൾ അത് എടുത്തെന്നിരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ പറ്റില്ല. അതൊരു തൊഴിലും അത് ഭാഗമായിട്ടുള്ള ഒരു വിഭാഗമാണ് അവർ. ഞാൻ പറഞ്ഞു എക്സ്ട്രീം കേസിൽ ആവശ്യം വന്നാൽ ആ ഒരു ഘട്ടം വരെ പോകണം എന്ന് പറയുകയായിരുന്നു. കടമയിലുള്ളത് എക്സ്ട്രീം കേസിൽ ആ ഒരു ഘട്ടം വന്നാൽ ആ ഒരു ഘട്ടം വരെ പോകണം എന്ന് പറയുകയായിരുന്നു. അത് മാത്രമല്ല ഞാൻ പറഞ്ഞു താങ്കൾ പറയുന്നതിന് ഉന്നതമായ സാമൂഹ്യ ബോധവും ഉന്നതമായ ഒരു സാമൂഹിക പ്രതിബദ്ധതയൊക്കെ ഉണ്ടാവണം. എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയില്ല. എങ്കിലും നമുക്ക് ഒരു ഐഡിയൽ സിറ്റുവേഷൻ മുന്നോട്ട് വെക്കാമല്ലോ, ശ്രീ കെ മാണി? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. ഇന്നിപ്പോൾ ഈ വളർന്നു തലമുറ 10 വയസ്സ് തൊട്ട് 25 വയസ്സുള്ള ആ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഇതാണ് നിങ്ങൾ ഇയാളെ പോലെ ആകണമെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ കേരള സമൂഹത്തിൽ എത്ര പേരുണ്ട്? ആരെയാണ് കാണിച്ചു കൊടുക്കാനുള്ളത്? ഒരാളെ കാണിച്ചു കൊടുക്കാൻ നമുക്കുണ്ടോ? അല്ലെങ്കിൽ ഒരു 5 പേരെ കാണിച്ചു കൊടുക്കാനുണ്ടോ?
ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയോടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. ശരി. നമ്മൾ നമ്മുടെ പഴയകാല ഭൂതകാലത്തിലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന വാർത്ത കാട്ടാക്കട വിജ്ഞാൻ കോളേജിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം എന്നുള്ളതാണ്. 2ാം വർഷ BBA വിദ്യാർത്ഥി ക്രിസ്റ്റോ എസ് ദേവിനാണ് മർദ്ദനം. BCom സെക്കൻഡറി പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ചേർന്നാണ് ക്രിസ്റ്റോ എസ് ദേവിനെ മർദ്ദിച്ചത്. വ്യക്തിപരമായ തർക്കങ്ങളാണ് മർദ്ദനത്തിന് കാരണം. അർജുൻ, അനന്തൻ, രോഹൻ എന്നിവർക്കെതിരാണ് പരാതി. മുഖത്തും തലയ്ക്കും ഗുരുതരമായ പരിക്കേറ്റ ക്രിസ്റ്റോ കാട്ടാക്കട താലൂക്ക് ആശുപത്രി ചികിത്സയാണ്. എനിക്ക് തോന്നുന്നു ഓരോ 2 മണിക്കൂറിലും ഇത്തരത്തിൽ ഓരോ വാർത്ത വരുന്നുണ്ട്. കഷ്ടമാണ്. ശ്യാൽകുമാർ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കൊന്നതിന് ശേഷം അവരുടെ ഗ്രൂപ്പിൽ ഞാൻ ഷാബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, പോയി നോക്കാം, അവൻ്റെ കണ്ണൊന്നുമില്ല എന്ന് നിർദ്ദയ മെസ്സേജ് ഇടാൻ കഴിയുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നെഞ്ചക്കിൻ്റെ ചിത്രമടക്കം ഇട്ടുകൊണ്ട് നെഞ്ചക്കുമായി ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. വെഞ്ഞാറമ്മൂടെ അഫാൻ ലാസ്റ്റ് 1 മാസം ഒന്ന് മദ്യം കുടിച്ചെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മറ്റ് ലഹരി ഉണ്ടോ എന്നറിയില്ല. അതേസമയം താമരശ്ശേരിയിൽ നേരത്തെ അമ്മയുടെ കഴുത്തറുത്ത് കൊന്ന കുട്ടിയും തിരുവനന്തപുരത്ത് അച്ഛൻ്റെ കഴുത്തറുത്ത് കൊന്ന കുട്ടിയും വേറെ ഒരു ക്യാൻസർ രോഗിയെ അമ്മയെ കഴുത്തറുത്ത് കൊന്ന കുട്ടിയും ലഹരിക്കടിമകളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. നാട്ടിൽ അക്രമങ്ങൾ വല്ലാതെ കൂടുന്നുണ്ട്. അതിൽ ലഹരിയുണ്ട്, ലഹരി ഇല്ലാത്ത അവസ്ഥയുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇത്തരത്തിലുള്ള പ്രവണതകൾ നാട്ടിൽ പെരുകുന്നു എന്നതിൽ കണക്കുകൾ തന്നെയാണ് സാക്ഷ്യം. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് യഥാർത്ഥ കാരണം എന്നതിനെക്കുറിച്ചൊരു പക്ക എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യം വേണ്ടത് നമുക്ക് സോഷ്യൽ ഓഡിറ്റ് അല്ലേ? ആദ്യം വേണ്ടത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കലല്ലേ? പിന്നീടല്ലേ അതിൻ്റെ പരിഹാരത്തിലേക്ക് പോവേണ്ടത്? ശ്രീ അനിൽകുമാർ, കാരണമൊക്കെ പൊതുവിൽ എല്ലാവർക്കും വ്യക്തമാണെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോൾ അങ്ങ് നമ്മുടെ അരുൺകുമാറിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് അരുൺകുമാർ എനിക്കൊരു മെസ്സേജ് ഇട്ടു, അതൊന്ന് പറയണമെന്ന് എന്നോട് പറഞ്ഞു. അബിംബർക്ക് വിളിച്ചതുകൊണ്ട് അദ്ദേഹം കല്യാണത്തിന് പോയി എന്നുള്ള സത്യമാണ്. പക്ഷേ അരുൺകുമാർ നിഖിൽ പൈലിയുടെ കൂടെ നിന്ന് ചിരിച്ചോണ്ട് പടം എടുത്തിട്ടില്ല എന്ന് അരുൺകുമാർ പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതെ, പക്ഷേ നിഖിൽ പൈലിയുടെ കൂടെ നിന്ന് അരുൺകുമാറാണ് മറുപടി പറയേണ്ടി വരുന്നത്. അതെ. അപ്പൊ കൊലയാളി തന്നെയാണ്. പറയട്ടെ, ഞാൻ പറയാം. രാജു പി നായരും ശ്രീ കെ എം ആന്റണിയും ഈ വിഷയത്തെ എത്ര പക്വതയോടാണ് ശ്രീകുമാർ? രാജു പി നായരും ശ്രീ കെ എം ആന്റണി, രാജു പി രാഷ്ട്രീയം പറഞ്ഞു ശരിയാണ്, എങ്കിൽ കൂടിയും ഈ വിഷയത്തിന്റെ ഒരു വിശാല മാനം കണ്ട് എത്ര പക്വതയോടെ സംസാരിച്ചു. നാടു ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം വന്നിരുന്ന് വായിത്തോന്ന് പറയാം. അനിൽകുമാർ, അങ്ങ് വിഷയത്തിലേക്കോ പ്ലീസ്, അല്പസമയം ബാക്കിയുള്ളൂ. അല്ല, ഒരാൾ ഇവിടെ ഇരുന്ന് വായിത്തോന്ന് പറഞ്ഞു, ഒരവതാരകം വായിത്തോന്നെല്ലാം പറഞ്ഞു. ആ വായിത്തോന്ന് പറഞ്ഞതിൽ എൻ്റെ പാർട്ടിയെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരിനെയും നിങ്ങൾ ആക്രമിക്കാം. ഞാൻ തിരിച്ചു പറയുമ്പോൾ നിലവാരമില്ല. ഞാനൊന്ന് സംസാരിച്ചത് ഞാൻ പറയട്ടെ സാർ, അങ്ങനെ കൈവക്ക്. ഞാൻ വായിത്തോന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ വായിത്തോന്ന് പറഞ്ഞപ്പോൾ അതിന് എൻ്റെ മറുപടിയാണ് കേട്ടത് മുഴുവൻ മറുപടിയാണ്. വായിത്തോന്ന് പറഞ്ഞ നിങ്ങളാണ്. എന്നിട്ട് വായിത്തോന്നല്ല ഇങ്ങോട്ട് വിളമ്പി തന്നപ്പം അതിന് നല്ല മറുപടി അങ്ങോട്ട് പറഞ്ഞപ്പോൾ നല്ല മറുപടി അല്ല സാറേ. അതൊന്നും താങ്കൾ എന്നാണ് പഠിക്കാവുന്ന നല്ല മറുപടി അല്ല. ഞാൻ പറയാം, താങ്കൾ എന്നാണ് പഠിക്കാവുന്ന നല്ല മറുപടി അല്ല. എനിക്ക് നിരാശ തോന്നുന്നു. ഞാൻ എന്റെ മറുപടിയെ പറഞ്ഞു, എന്റെ എനിക്ക് അങ്ങേയറ്റം നിരാശ തോന്നുന്നു. അതൊക്കെ കൈയിരിക്കട്ടെ. അങ്ങയുടെ പാർട്ടിയുടെ മറുപടി അല്ല, അങ്ങയുടെ മറുപടിയാണ്. അങ്ങയുടെ അങ്ങയുടെ മറുപടിയാണത്. കൊലയാളിക്കൊപ്പം നാട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതി വന്ന് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതാണ് സംസാരിക്കേണ്ടത്. അങ്ങയുടെ മറുപടി അത് പറയൂ. എനിക്ക് നിരാശ തോന്നുന്നു. എനിക്ക് അങ്ങ് വിഷയത്തിലേക്കോ ദയവ് ചെയ്ത് ശ്യാംകുമാർ. എന്റെ ചോദ്യം നാട് വല്ലാത്ത പോക്കിലോട്ടാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് നിരാശ തോന്നിയത് ഒരു കൊലയാളിയാണെന്ന് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളോട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരാൾ വന്ന് വൈകാരികത പറയുമ്പോൾ ആ അതിവൈകാരികതയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് തുറന്നു കാണിക്കുക എന്നുള്ളത് നിലവാരമില്ലായ്മയല്ല, ഞങ്ങളുടെ നിലവാരത്തിന്റെ പ്രകടനമാണ്. പ്രായമുള്ള ആളല്ലേ? ഉയർന്നു വന്ന മുതിർന്ന ആളല്ലേ? പറയട്ടെ, അങ്ങ് CPM ഒരു സംസ്ഥാന സമിതി അംഗമല്ലേ? ഇതുപോലെ ഒരു ഗൗരവമായ ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഒരു ഗൗരവമായ ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെ നിലവാരം കളയല്ലേ? അങ്ങ് മോശമാക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ പേര് കൂടിയല്ലേ ശ്യാംകുമാർ? ഇത് കാണുന്നവർ എന്ത് വിചാരിക്കും? എന്റെ പാർട്ടിയുടെ പേര് ഞാൻ നോക്കിക്കോളാം, അത് നിങ്ങൾ വിഷമിക്കണ്ട. നിഖിൽ പൈലിയോടൊപ്പം നിൽക്കുന്നവർ ഞങ്ങളുടെ പാർട്ടിയെ നന്നാക്കണ്ട. നിഖിൽ പൈലിയോട് ചിരിച്ചോണ്ട് നിൽക്കുന്നവർ ഞങ്ങളുടെ പാർട്ടിയെ നന്നാക്കണ്ട. അവരുടെ വേദാന്തം ഞങ്ങൾക്ക് കേൾക്കണ്ട. ധീരജിന്റെ കൊലപാതകത്തിന്റെ ധീരജിനെ കുത്തിക്കൊന്ന കത്തി പോലീസ് കണ്ടെടുത്തോ ശ്യാംകുമാർ? ഞങ്ങളുടെ പാർട്ടിയുടെ അഭിമാനം ഞങ്ങൾ ധീരജിനെ കുത്തിക്കൊന്ന ഈ കത്തി ആ പോലീസ് കണ്ടുപിടിച്ചോ? വേറെ ചർച്ച നമുക്ക് നടത്താം. ആ കേസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് യൂത്ത് കോൺഗ്രസ്സുകാരൻ പറഞ്ഞല്ലോ. ആ കേസ് ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കൃത്യമായിട്ട് അറിയാം. യൂത്ത് കോൺഗ്രസ്സുകാരൻ പറഞ്ഞല്ലോ കത്തി എവിടെ. ആ കത്തി അത് കണ്ടുപിടിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിനോട് പറ. എന്നിട്ട് ഇവിടെ വന്ന് നിഖിൽ പൈലി എന്ന് പറഞ്ഞുകൊണ്ടിരി. അങ്ങേക്ക് ഈ പറയുന്ന ആത്മാർത്ഥത ഉണ്ടെങ്കിൽ
അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന പോലീസിനോട് പറ, ആ കേസിലെ നിർണായക തെളിവായി കത്തി പോയി കണ്ടെടുക്ക് എന്ന് പറ. കത്തി സുധാകരൻ ഒളിപ്പിച്ചു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയണത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനാണല്ലോ പോലീസ് സാറേ ഒളിപ്പിച്ച സാധനം എടുക്കാൻ വേണ്ടിയല്ലേ പോലീസ്? ആ കേസിന്റെ പ്രധാനപ്പെട്ട തെളിവാ. ആ കേസിന്റെ അപ്ഡേറ്റ് എന്ന് അങ്ങേക്ക് അറിയോ? വെറുതെ ആത്മാർത്ഥം ഇല്ലാവുന്ന നിഖിൽ പൈലി ബൈൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കൂ. കത്തി വിഴുങ്ങിയ ആളുകൾ ഈ ലോകത്തുണ്ട്. അതെ അതെ, അതുകൊണ്ട് പറയാൻ കത്തി വിഴുങ്ങിയാൽ എടുക്കാൻ ആദ്യം നമ്മുടെ കേരള പോലീസിനോട് പറ, എന്നിട്ട് വന്നിരുന്ന് ഇവിടുന്ന് ഗീർവാണം അടിക്ക് ശ്യാൽകുമാർ. അത് തന്നെ. ഓ, അപ്പൊ നിങ്ങൾ ഇവിടെ പറയണ നമ്മുടെ KC വേണുഗോപാൽ ഉണ്ടല്ലോ, നല്ല നിലവാരമുള്ള രാഷ്ട്രീയ ചർച്ച നടത്തിയ രാജീവ് പിന്നാരുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു നേതാവിൻ്റെ പേര് ഞാൻ പറയണോ? ടിക്കി ഗോയൽ. 5600 കോടി രൂപയുടെ സാധന പിടിച്ചത് MDMA. വേണുഗോപാലിൻ്റെ കൂടെ പടമുണ്ട്. നിങ്ങളൊരു TP വധക്കേസിൽ ഒരു പ്രതിയുടെ കൂടെ ഒരു പടം ഇവിടെ ഒക്കെ ഉണ്ടെന്ന് ചർച്ച വെച്ചല്ലോ. ആ വേണുഗോപാലിൻ്റെ ഉള്ള പടം കൊടുത്ത് കാണിച്ച് അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? രാഷ്ട്രീയം കളിക്കുമ്പോൾ രാഷ്ട്രീയ കളി തുറന്ന് കാണിക്കും. ഇനി കേരളത്തിൽ എന്താ നടക്കുന്നത്? ഞാൻ പാർലമെൻറ്റിലെ റിപ്പോർട്ടാണ് പറയണത്, ഇന്ത്യൻ പാർലമെൻറ്റിലെ റിപ്പോർട്ട്. എന്താ പറയുന്നറിയാമോ? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന ചർച്ചയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അവർ പറയുന്നത് 2024 ഇന്ത്യയിൽ 25,000 കോടി രൂപയുടെ ലഹരികൾ പിടികൂടി. 25,000 കോടി രൂപ. അതിൽ കേരളത്തിൽ നിന്ന് പിടിച്ചത് 100 കോടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിലാണ് ഈ കാര്യം മുഴുവൻ നടക്കുന്നതെന്നുള്ള വ്യാഖ്യാനം തെറ്റാണ്. 2, ഇന്ത്യ രാജ്യത്താകമാനം 2024 പിടികൂടിയവരുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 24,517. കേരളത്തിൽ മാത്രം അതിൽ പിടിച്ചത് 9,734. ക്രൈം റേറ്റ് കൂടുതലാണോ കേരളത്തിൽ? ഏറ്റവും കൂടുതൽ പ്രതികളെ പിടിച്ചത് കേരളത്തിൽ. ക്രൈം റേറ്റ് കൂടുതൽ കേരളത്തിലായോണ്ടാണോ സാർ അത്? അല്ല, ആ പിടിക്കുന്നതുകൊണ്ടാണ് കേസ് വരുന്നത്. ക്രൈം റേറ്റ് കൂടുന്ന കേസ് കൂടുതൽ പിടിക്കുന്നു ഇവിടെ. 25,000 കോടിയുടെ പിടിക്കുമ്പോൾ 100 കോടിയേ കേരളത്തിൽ നിന്നുള്ളൂ. ചെറിയ കേസ് പോലും പിടിക്കുന്നു കേരളത്തിൽ. മൂന്നാമത്തെ കാര്യം കേൾക്കൂ, കൺവിക്ഷൻ റേറ്റ്. ഷഹബാസിൻ്റെ കൊലപാതകങ്ങൾക്ക് ശിക്ഷ കിട്ടുമോ? കൺവിക്ഷൻ റേറ്റിൽ കേരളത്തിൻ്റെ റാങ്കിങ് 98.9. 98.9. തൊട്ടടുത്ത് തമിഴ്നാടാണ് 82.9. തെലുങ്കാന 25.4. രാജീവ് പിന്നാർക്ക് നേരെ ഉണ്ടോ ഒന്ന് നോക്കാം. രാഷ്ട്രീയം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭരിക്കുന്ന സ്ഥലത്ത് മര്യാദയ്ക്ക് ചെയ്യണം. മര്യാദയ്ക്ക് ചെയ്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യ സർക്കാർ നൽകിയ കണക്കുകൊണ്ട് ഞാൻ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിയമപരമായി പ്രവർത്തിക്കണം. പക്ഷെ നിയമം മാത്രം പ്രവർത്തിച്ചാൽ പോരാ. സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒഴിവാക്കിയ ഹൈക്കോടതി വിധി, ഇതിൽ പങ്കില്ലേ? ഈ ചോരയിൽ പങ്കില്ലേ? സ്കൂളുകളിൽ 8ാം ക്ലാസ് മുതൽ SFI ഉണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ സ്കൂൾ ലീഡറായതാ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചത് മദ്യവും മയക്കുമരുന്നും ലഹരിയല്ല, സ്കൂൾ ലീഡറായതാ 8ാം ക്ലാസ്സിൽ. സ്കൂളിനകത്ത് ഹയർ സെക്കൻഡറി വരെയുള്ള സ്ഥലത്ത് വിദ്യാഭ്യാസം, അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയം വേണ്ട എന്ന് തീരുമാനിച്ച് SFIയെയും KSUവിനെയും ഒക്കെ പുറത്താക്കിയ ഏമാനന്മാരുണ്ടല്ലോ. സ്കൂളുകളെ ശുദ്ധീകരിച്ചു. ആ ശൂന്യതയിലേക്ക് കടന്നു വന്നത് ഇതൊക്കെയാണ്. ഞാൻ ഈ TP ചന്ദ്രശേഖരൻ പ്രതി ഒരു പ്രതിക്കൊപ്പം നിൽക്കുന്ന ഈ പിതാവിന്റെ കാര്യം പറഞ്ഞത് താങ്കളെ അത്രമാത്രം അസ്വസ്ഥമാക്കി എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും ഗൗരവമായി മനസ്സിലാവുന്നില്ല ശ്രീ അനിൽകുമാർ. പോട്ടെ, ഞാൻ ഇടവേളയ്ക്ക് പോകുന്നുണ്ട്. എന്തിനാ രാജീവ് പി നായർ 3 വർഷം മുൻപ് ആറ്റിങ്ങലിൽ ഒരു കഞ്ചാവ് വേട്ട ഉണ്ടായി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഓർമ്മയുണ്ട്, വലിയ കേസായതാണ്. ഏതോ ടെമ്പോയുടെ ഫ്രണ്ടിൽ ഒരു ക്യാബിൻ ഉണ്ടാക്കി 800 കിലോ കഞ്ചാവാണ്. അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ ക്യാച്ചാണ്. അതിനുശേഷം നമുക്ക് 800 കിലോളം പോയി വലിയ ക്യാച്ച് ഉണ്ടായിട്ടില്ല. നല്ല കാര്യമാണ്. പക്ഷേ 3 വർഷം മുമ്പ് 800 കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഇതിന് മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ. 3 വർഷത്തിന് ശേഷം ഈ കഞ്ചാവടക്കം ഈ പറയുന്ന മാരക സിന്തറ്റിക് രാസലഹരി അടക്കം കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ലല്ലോ. രാജീവ് പി നായർ, ഞാൻ പിന്നെയും ആവർത്തിച്ച് ആദ്യ ചോദ്യം തന്നെ നിൽക്കുന്നു. നമുക്ക് ഇതിനെ നേരിടാൻ ഒരു സീരിയസ് ആയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. അതിൽ സർക്കാർ ഉണ്ടാകണം, പ്രതിപക്ഷം ഉണ്ടാകണം, നാടൊന്നാകെ ഉണ്ടാവണം. ആരെങ്കിലും ഒരു കാല് മുന്നോട്ട് വെച്ചേ മതിയാവൂ. ശ്രീ രാജീവ് പി നായർ. ഹാഷ്മി, അത് തന്നെയാണ്. ഞാൻ ഈ അനിൽകുമാർ കുറേ രാഷ്ട്രീയമായ കാര്യങ്ങൾ പറഞ്ഞു നിഖിൽ പൈലറ്റ്. അപ്പോൾ ഞാനൊന്നും മറുപടി പറയുന്നില്ല. കാരണം ഇത് അതിനുള്ള വേദിയല്ല. എനിക്ക് വേണമെങ്കിൽ മറുപടിയായിട്ട് ഇവിടുത്തെ അഭിമന്യുവിനെ കൊന്ന ആളവസാനം ബോറടിച്ചു പോയി സറണ്ടർ ആയതല്ലേ എന്ന് വരെ ചോദിക്കാം. ഞാൻ അതിന് മറുപടി പറയുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഒരു തലമുറ മുഴുവൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഹാഷ്മിയും ഞാനും എല്ലാം ഇത്രമാത്രം എന്ന് ചർച്ച ചെയ്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ആകുലരാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ദിവസവും രാവിലെ ഈ വാർത്തകൾ കാണുമ്പോൾ, അതല്ലെങ്കിൽ സമയത്ത് വാർത്തകൾ കാണുമ്പോൾ
താനാണ് ഇതിനകത്ത് നടപടി എടുക്കേണ്ടെന്ന് ബോധ്യമുള്ള മുഖ്യമന്ത്രിക്ക് സ്വയം തോന്നില്ലേ ഇതെന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന് തോന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ഞാൻ ഇവിടെ അനിൽകുമാർ കുറെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. മറ്റേ സർജറി വാസ് സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യന്റ് ഡൈഡ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നിങ്ങൾ പറയുന്ന ക്രിമിനൽ കേസിന്റെ കണക്കെടുത്തതൊക്കെ ഇതൊക്കെ പല സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന കണക്കുകൾ മാത്രമാണ്. കണക്കുകൾ പിഴവില്ല. ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തെ മൊത്തം പ്രശ്നമാണ്, രാജ്യത്തെ പ്രശ്നം ലോകത്തെ പ്രശ്നമാണ്. ചെന്ന് കയറി നമുക്കിവിടെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇത് ലോകത്തെ മൊത്തം പ്രശ്നമാണ്, അത് കാരണം കേരളം പൊക്കോട്ടെ എന്നത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതാണ് ശരി. ഈ പറഞ്ഞ പഞ്ചാബ് എങ്ങനെ പോട്ടെ, ഗുജറാത്ത് ഏത് പിടിക്കും പോട്ടെ, നമ്മുടെ നാടിനെ കാക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പറയട്ടെ, അതെ ഹാഷ്മി, അതാ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി കണക്കുകൾ വായിക്കുന്നതിനപ്പുറം എന്താണ് ചെയ്യാൻ പോകുന്നതിനെ സംബന്ധിച്ച് പറയണമായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, 2 IG-മാർക്ക് ചുമതല കൊടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്ക് ഇതിനെ അടിച്ചമർത്താൻ. ചെയ്യാൻ സാധിക്കും. ഓപ്പറേഷൻ കുബേര പോലെ സക്സസ്ഫുൾ ആയി നടത്തിയ ഓപ്പറേഷൻസ് അല്ലേ, ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാൻ തയ്യാറാണോ? അല്ല. നമ്മൾക്ക് ഡി അഡിക്ഷൻ. ഹാഷ്മി, എൻ്റെ അടുത്ത് ഒരു സുഹൃത്തിന്റെ കുട്ടിയെ സംബന്ധിച്ചൊരു പ്രശ്നത്തിൽ നിൽപ്പുണ്ട്. ആ കുട്ടിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഐസൊലേഷനും ഡി അഡിക്ഷനുമാണ്. അവർ വർഷങ്ങൾ 2-3 വർഷം ചിലപ്പോൾ എടുക്കേണ്ടി വരും. അവർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അതിന് പറ്റിയ ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഞാൻ ഈ കേരളത്തിൽ മുഴുവൻ അന്വേഷിച്ചു. 10 ദിവസത്തിൽ കൂടുതൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ പോലും നിർത്തില്ല. അത് കഴിയുമ്പോൾ പറഞ്ഞു വിടുകയാണ്. ഇവർക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഡി അഡിക്ഷൻ സെന്റർ പോലും ഇന്ന് കേരളത്തിലില്ല. 40,000-50,000 സമയം പൂർണ്ണമായി കഴിഞ്ഞു. മാത്രമല്ല, പ്രാദേശികമായി ഇത്തരം മാഫിയകൾക്കെതിരെ രൂപീകരിക്കുന്ന സമിതികൾക്ക് നേരെ അതത് ഭീഷണി ഉണ്ടാകുന്ന 1, 2, 3 കോളുകൾ ഈ ദിവസങ്ങളിൽ തന്നെ എനിക്ക് വരുന്നുണ്ട്. സ്കൂളുകളിൽ നിന്ന് പരാതികൾ വരുന്നുണ്ട്. നമ്മൾ ഈ സമയം എല്ലാ രാഷ്ട്രീയ വ്യത്യാസവും മാറി നിന്നുകൊണ്ട് പോയാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ കണക്കെടുത്ത് വെക്കാതെ അടിയന്തരമായി നാടിനെ കാക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. സർക്കാരിന് പങ്കുണ്ട്, പ്രതിപക്ഷത്തിന് പങ്കുണ്ട്, മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, നാടിനൊന്നാകെ പങ്കുണ്ട്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ പോക്ക് കെട്ട കാലത്തിലേക്കാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.